പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ട് സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുകയാണ് ലാസറിൻ്റെ മരണം. ബഥാനിയയിലുള്ള ലാസറിൻ്റെ ഭവനത്തിലേക്ക് 4 ദിവസം കഴിഞ്ഞ് ഈശോ എത്തുമ്പോൾ ദുഃഖാർത്തരായിട്ടുള്ള മർത്ത മറിയുണ്ട്. അവർ പറയുന്നുണ്ട്, ദൈവമേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരന് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈശോ പറയും, വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ദിവ്യകാരുണ്യ ഈശോയെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിനെ ഉയർപ്പിച്ച് ഈശോ ജീവിതത്തിലേക്ക് കരം നീട്ടി പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും ചെറിയ വാക്യം എന്ന് പറയുക യേശു കരഞ്ഞു എന്നുള്ള വാക്കാണ്. കണ്ണുനീർ പൊഴിച്ചു. ദിവ്യകാരുണ്യ ഈശോയെ, പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണല്ലോ ഇന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹത്തെ വിളിക്കുന്ന സമയം മുതൽ വെളിപാട് ഗ്രന്ഥത്തിൽ അവസാനത്തെ വാക്യം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് തിരുവചനം അവസാനിക്കുമ്പോൾ, ഈശോയെ, ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. ജന്മം നൽകി, സ്നേഹം നൽകി, വളർത്തി വലുതാക്കിയ ഒരു കാലഘട്ടം. ഒരു വാക്കുപോലും പറയാതെ വിട പറഞ്ഞ പ്രിയപ്പെട്ടവർ പോയപ്പോൾ ദൈവം ഞങ്ങളെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ കാക്കുന്നത് പോലെ ദൈവം ഞങ്ങളെ വളർത്തി വലുതാക്കി. ആ ദിവസങ്ങളിലേക്ക് എന്തുമാത്രം നിരാശയായിരുന്നു, എന്തുമാത്രം ദുഃഖമായിരുന്നു. ഇനി ആരുണ്ട് ഞങ്ങൾക്ക്? ഇനി ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? ദൈവം ഞങ്ങളുടെ വഴി നടത്തി. സഖ്യബൂസ് നടന്നു പോകുന്ന വഴിയിൽ ഈശോ നിൽക്കുകയാണ്. സഖ്യബൂസിന് വേണ്ടി കാത്തിരുന്നു. നിന്റെ പല കാര്യങ്ങളും പല പദ്ധതികളും വിഭാവനം ചെയ്തത് മാനുഷികമാണ്. തിരുവചനം പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എത്രയോ മേഖലകളിൽ സഖ്യബൂസ് പോയി കാണും. ഒരു സമാധാനം കിട്ടാൻ വേണ്ടി, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി, ആ ദുഃഖമൊന്നും മാറിക്കിട്ടാൻ വേണ്ടി, നിരാശയിൽ നിന്ന് മാറാൻ വേണ്ടി സഖ്യബൂസ് പോകാത്ത സ്ഥലങ്ങളുണ്ടാകില്ല. സഖ്യബൂസ് കാണാത്ത ആളുകളോ വൈദ്യന്മാരോ ഉണ്ടാകില്ല. ശാരീരിക വേദനകളെക്കാളും അപ്പുറത്ത് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. ദൈവമില്ലാത്തൊരു ഭവനമാണല്ലോ, ദൈവമില്ലാത്തൊരു ആത്മാവാണല്ലോ, ദൈവമില്ലാത്തൊരു ജീവിതമാണല്ലോ എൻ്റേതെന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന നിമിഷം ദൈവമേ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലെ കൊച്ചുപകരണമാകാൻ കൊച്ചു ത്രേസ്യ പുണ്യവതി ആഗ്രഹിച്ചതുപോലെ, കൊച്ചു കളിപ്പന്താകാൻ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ കരങ്ങളിൽ പലതുമുണ്ട്. പക്ഷേ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ദൈവമേ എത്രമാത്രം ഞങ്ങൾ ചെറുതാകണം, എത്രമാത്രം ഞങ്ങൾ ചെറുതാകണം. തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്, ഈശോയെ, ഒരുപാട് വളർന്നു വലുതായി. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ നോക്കുമ്പോൾ ഈശോയെ, വിശുദ്ധ കുർബാനയായിരിക്കാം, കുടുംബ പ്രാർത്ഥനയായിരിക്കാം, മനസ്സ് തുറന്നുള്ള വചന വായനയായിരിക്കാം, എല്ലാത്തിനും ഒരു തിരക്കായി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ എത്ര ചെലവഴിക്കുമ്പോഴും ഒരു ബോറടിയില്ല, സമയം പോയെന്നറിയുന്നില്ല. പക്ഷേ ഒരു പ്രാർത്ഥന എത്തിക്കുമ്പോൾ എത്രയോ പെട്ടെന്നൊന്ന് കഴിയണം. ഒരു കുർബാനയിലേക്ക് ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അയ്യോ നീണ്ടുപോയല്ലോ എന്ന മനസ്സ് ഒരു 100 തവണയെങ്കിലും ചിന്തിക്കും. ഹൃദയം അത്ര പോലും പിടിക്കുന്നില്ല. പലതും ഞങ്ങൾ ആഗ്രഹിക്കുന്ന വഴികളിൽ ഞങ്ങൾ പോയ കാലത്താണല്ലോ മാലാഖ വന്നത് സ്വർഗത്തിൽ നിന്ന്. എത്രയോ മനോഹരമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി വന്ന മാലാഖ
ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ ഒരുങ്ങാൻ മറന്നുപോയെന്ന് മാലാഖയോട് പറയുമ്പോൾ ഈശോയെ വീണ്ടും ആ ഗാനം ഓർമ്മപ്പെടുത്തുകയാണ്. സമയം തെല്ലും തന്നില്ല ഞങ്ങളുടെ ജീവിതത്തിലേക്ക്. ഒരുക്കമുള്ളവരാകാൻ വേണ്ടിയല്ലേ, ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയല്ലേ സകല വിശുദ്ധരെയും സകല മരിച്ചവരെയും ഒക്കെ ഈശോ ഈ നവംബർ മാസത്തിൽ ഞങ്ങൾ ഓർത്തത്. രണ്ടുപേരും രണ്ടല്ല, മരിച്ചുപോയവർ തന്നെയല്ലേ, അവരൊരു വിശുദ്ധരല്ലേ. ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുത്തവരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ജീവിതം അൾത്താരയിലെ തിരുവോസ്തി പോലെ ജീവിതം വിഭജിച്ച് നൽകിയവരല്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ. അവരോടൊപ്പമല്ലേ അന്ത്യത്താഴത്തിൻ്റെ വേളയിൽ ഈശോ സ്നേഹന്മാരോടൊപ്പം ഈശോ അവസാന അന്ത്യത്താഴത്തിലിരിക്കുന്ന പോലെ ഞങ്ങളുടെ വിരുന്ന മേശകളിൽ തങ്ങളുടെ വിയർപ്പും തങ്ങളുടെ ജീവിതമൊക്കെ മുറിച്ച് വിളമ്പിയവരുടെ ഓർമ്മകളിലല്ലേ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങളെ ചേർന്ന് നിൽക്കുക. ഈശോയെ ഞങ്ങളെ കൂടി ചേർക്കണമേ. കുരിശിൻ ചുവട്ടിൽ നല്ല കള്ളനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞു, സ്വർഗത്തിൽ എന്നെ കൂടി ചേർക്കണമേ എന്ന്. ഈശോയെ വലിയ ആഗ്രഹമാണ്, ഞങ്ങൾക്കുമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ. വീട് വെക്കണം, കടബാധ്യത മാറണം, വിദൂരങ്ങളിൽ വിദേശങ്ങളിലേക്ക് പോകണം, നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. ആ 100 ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം പോലും ഞങ്ങൾക്കില്ല. ദൈവമേ, സ്വർഗത്തിൽ ഞങ്ങളുണ്ടാകണം. ഈശോടൊപ്പം ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ നാടുകളിലൊക്കെ എത്രയോ ആഗ്രഹിച്ചു. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളും കൈപൊക്കിയതാ സ്വർഗത്തിലേക്ക് പോകാൻ. ആ കുഞ്ഞു മനസ്സ് തന്നെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കാണാം. ഈ കുടുംബജീവിതത്തിലെ പല മേഖലകളുടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചു, വളരണ്ടായിരുന്നു, വലുതാകണ്ടായിരുന്നു, ഇങ്ങനെ മതിയായിരുന്നു. അപ്പൻ്റെയും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ സ്നേഹവലയത്തിൽ ഞങ്ങൾ എത്രയോ സുരക്ഷിതരായിരുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന സമയമാണ്. ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുകയാണ്. മറന്നുപോയ ദിനങ്ങളൊക്കെ വർഷത്തിൽ 1-2 ദിനങ്ങൾ മാത്രമായി ഓർക്കുമ്പോൾ ജീവിതത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചവർ, നയമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച് ഈശോ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു സ്വർഗീയമായ സന്തോഷം അനുഭവിക്കുന്ന ഒരമ്മ കാണുകയാണ്. 12 വയസ്സുള്ള ജായിറോസിൻ്റെ വീട്ടിലേക്ക് ഈ മകളുടെ കൈ പിടിച്ച് ഈശോ പറഞ്ഞു, ബാലികെ നീ എഴുന്നേൽക്ക്. ഉറങ്ങുകയാണ് എന്ന് ഈശോ പറയുമ്പോൾ അപ്പുറത്ത് പരിഹസിക്കുന്നവരുടെ സ്വരങ്ങൾ വീടിന് പുറയിലുണ്ട്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും ഒരു വിളിച്ചുണർത്തുന്ന ശബ്ദമായി ഒന്ന് എഴുന്നേൽക്ക്. ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്ക്. ബാലികയെ നീ എഴുന്നേൽക്ക്. നിനക്കൊരു പുതിയ ജീവിതമുണ്ട്. സ്വർഗത്തിൽ നിനക്കൊരു പുതിയ ജീവിതമുണ്ട് ഈശോടൊപ്പം. നിത്യവും നിതാന്തമായിട്ടുള്ളത് ഈശോടൊപ്പമുള്ള ജീവിതമാണെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയെ കണ്ടുമുട്ടിയവരൊക്കെ സ്വർഗത്തിലാണല്ലോ. ഒരാളൊഴിച്ച ധനികനായ യുവാവ് ഒഴിച്ച് അവന് വലുത് അവൻ്റെ സമ്പത്തായിരുന്നു. ദൈവമെന്ന വലിയ സ്നേഹത്തെ ചേർത്ത് പിടിക്കുന്നതിനേക്കാളും അപ്പുറത്ത് വില മതിച്ചത് അവൻ്റെ സമ്പത്തായിരുന്നു, അവൻ്റെ ഇഷ്ടങ്ങളായിരുന്നു, അവൻ്റെ സുഖങ്ങളായിരുന്നു. ഈശോയെ എല്ലാം നൽകിയ ദൈവത്തെ, ദൈവം നൽകിയ അമൂല്യമായ ദാനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ നന്ദി പറയുകയാണ്. ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈശോയെ എത്രയോ വർഷം ജീവിച്ചു എന്നല്ല, ഓരോ വർഷവും ഓരോ ദിവസമൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാനല്ലേ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങൾ ഒരുക്കിയത്. എന്തുമാത്രം കാര്യങ്ങളാണ് നാട്ടുകാരോടും വഴി കാണുന്നവരോടും ജോലി ചെയ്യുന്നവരോടൊക്കെ പങ്കുവെക്കുന്നത്. എൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന ഒരു 15 മിനിറ്റ് നേരം, ഒരു 20 മിനിറ്റ് നേരം, ഒരു അരമണിക്കൂർ നേരം, 1 മണിക്കൂർ നേരം
ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഹൃദയത്തിൻ്റെ വായ്പകൾ പങ്കുവെക്കാൻ വരുമ്പോൾ ഈശോയെ അസ്വസ്ഥമാകുകയാണ്, നേരം പോകുകയാണ് എന്നൊക്കെ ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചു പോയ ഞങ്ങളുടെ എത്രയോ മേഖലകളാണ് ഞങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഈശോയെ പാപിനിയായ സ്ത്രീ പാദത്തിലിരുന്നപ്പോഴും ആളുകളുടെ ജീവിതങ്ങളുടെ മുമ്പിലേക്ക് കുഷ്ഠരോഗിയും തളർവാദ രോഗിയൊക്കെ വന്നപ്പോൾ ഈശോ അവരൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. ഞാൻ നിനക്ക് ഈ സമയത്ത് എന്താ ചെയ്തു തരണ്ടേ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ പഴയ ജീവിതത്തിൽ നിന്ന് ഒരു ഉദ്ധാനം നിനക്ക് ആവശ്യമുണ്ടോ? സ്വർഗത്തിലേക്ക് വരാൻ പത്രോസിനോട് പറഞ്ഞു, കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിലും ഒരു ഉദ്ധാനം ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്വർഗത്തെ കണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മരിക്കാൻ പേടിയുണ്ടോ എന്നുള്ളതല്ല, മരണശേഷം ഈശോയോടൊപ്പമായിരിക്കുന്ന സന്തോഷത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഞങ്ങൾ നോക്ക്. ഈശോയെ, 100 കൂട്ടം പ്രശ്നങ്ങളുള്ളവരാണ് ഞങ്ങളിവിടെ ഇരിക്കുന്ന പലരൊക്കെ. ഞങ്ങളുടെ മുഖങ്ങളല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളാണ് ഈശോ കാണുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈശോയെ, ഒരു വാക്ക് മതി ഞങ്ങളുടെ ജീവിതങ്ങളൊന്ന് സുഖപ്പെടാനായിട്ട്. ഞങ്ങളുടെ ഇടിക്കുന്ന ഹൃദയങ്ങളും മിടിക്കുന്ന കണ്ണുകളും ജ്വലിക്കുന്ന നയനങ്ങളും അതിലേറെ ഈശോയെ വാഴ്ത്തിപ്പാടുന്ന ഞങ്ങളുടെ നാവുകളും ഞങ്ങളുടെ കരങ്ങളൊക്കെ കൃപയ്ക്കുമേൽ കൃപകൾ സ്വീകരിക്കാൻ, സ്തുതിഗീതങ്ങളാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ദൈവതിരുസന്നിധിയിലേക്ക് ഉയരാൻ ഞങ്ങൾ ഒരുക്കണമെന്ന് ആഗ്രഹിക്കാം. ഈശോയെ, മനസ്സിലെപ്പോഴൊരു പ്രാർത്ഥനയുണ്ടാകാം. എന്തുമാത്രം കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അതിലേറെ കൃപയ്ക്കുമേൽ കൃപകൾ സ്വീകരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഓരോരുത്തരും. പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, നിരാശകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നിന്റെ ജീവിതത്തിൽ വലിയ ഇടപെടലുകൾ നടത്താൻ കഴിവുള്ള ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയണം, ദൈവമേ, കൃപയ്ക്കുമേൽ കൃപകൾ സ്വീകരിക്കാൻ എൻ്റെ ആത്മാവിന്, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മൺമറഞ്ഞു പോയി സ്വർഗസന്നിധിയിലിരിക്കുന്ന വലിയ കൃപകളോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കണമേ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കൃപയ്ക്കുമേൽ കൃപകൾ സ്വീകരിക്കാൻ, സ്തുതിഗീതങ്ങളാൽ എൻ്റെ ഹൃദയവും എൻ്റെ അധരങ്ങളും നാവുകളും ഉയരാൻ ഈശോയെ എന്നെ ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈശോയെ, ധന്യൻ ജോൺ അഗസ്റ്റിൻ അച്ഛൻ പറഞ്ഞു, സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇന്നു മുതൽ എൻ്റെ വീട്ടിൽ ആരും എന്നെ പുറകിലാക്കാതിരിക്കട്ടെ. ഭർത്താവ് എന്തുമാകട്ടെ, ഭാര്യ എങ്ങനെയാകട്ടെ, മകനോ മകളോ ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കട്ടെ. പക്ഷേ അവരെ വെറുക്കുന്നതിലല്ല, അവരെ സ്നേഹിക്കുന്നതിൽ ഞാൻ മുൻപന്തി നിൽക്കട്ടെ. എന്നെക്കാളും മുമ്പിൽ ആരും ഉണ്ടാകരുത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. ജീവിച്ചിരിക്കുമ്പോൾ വായി തുറന്ന് പറയണം, എൻ പ്രിയനെ, പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങൾ, അയൽപക്കക്കാരെ, എനിക്ക് നിങ്ങളെ എന്തുമാത്രം ഇഷ്ടമാണെന്ന്. ഈശോയുടെ ആശീർവാദത്തിന് ഒരുങ്ങുമ്പോൾ മനസ്സിൽ ആ വചകം ചേർത്ത് വയ്ക്കാം. ഈശോയെ, മരിച്ചു കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് പ്രകടിപ്പിക്കണം. വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ ഈശോ ആഗ്രഹിക്കുകയാണ്, എൻ പ്രിയനെ, ജീവിത പങ്കാളിയെ, കെട്ടിയോനെ, ഭാര്യയെ, മകനെ, മകളെ, എന്തുമാത്രം എനിക്ക് നിന്നിഷ്ടമാണെന്ന്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിക്കും
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപവർഷിക്കണമേ, സൗഖ്യം നൽകണമേ, ആശ്വാസം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. യേശുവേ നന്ദി. കുടുംബങ്ങൾക്ക് വേണ്ടി, ദമ്പതികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി.